സ്വാഗതം ഫ്രണ്ട്സ്, നഴ്സസ് ഗൈഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിലെ നെർവസ് സിസ്റ്റം എന്ന ഭാഗത്തെ കുറിച്ചാണ്. ഇതിന്റെ 4ാം ഭാഗം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം. Mr. Santosh, 18-year-old student, is admitted to the ward with a diagnosis of epilepsy. He tells the nurse that he is experiencing a generalized tingling sensation and smell of roses. These complaints indicate option A, acute neuritis, option B, acute cerebrovascular accident, option C, an aura, option D, an olfactory hallucination. Mr. Santosh, 18-year-old student, is admitted to the ward with a diagnosis of epilepsy. He tells the nurse that he is experiencing a generalized tingling sensation and smell of roses. These complaints indicate. Right answer is option C, an aura. ഓറ എന്നത് അപസ്മാരം അഥവാ ഫിറ്റ്സ് ഉണ്ടാകുവാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പ് തരുന്ന ചില ലക്ഷണങ്ങളാണ്. ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ, ഇറിറ്റബിലിറ്റി, ഹാലൂസിനേഷൻ, ടിംഗ്ലിംഗ് സെൻസേഷൻ മുതലായവ ഈ ലക്ഷണങ്ങളിൽ പെടുന്നു. അടുത്ത ചോദ്യം. The first drug of choice for a patient admitted with status epilepticus is option A, phenytoin, option B, carbamazepine, option C, diazepam, option D, sodium valproate. The first drug of choice for a patient admitted with status epilepticus is. Right answer is option C, diazepam. തുടർച്ചയായ സീഷർ ആക്ടിവിറ്റിയെയാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്നത്. മസിൽ റിലാക്സൻസോ ഹിപ്നോസെഡേറ്റീവോ ആയ ഡ്രഗ്സ് ആയ ഡയസിപ്പാം, മിഡാസോള മുതലായവ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിൽ ഉപയോഗിക്കുന്നു. ഫെനിറ്റോയിൻ, കാർബമസപ്പീൻ, സോഡിയം വാൽപ്രോയേറ്റ് മുതലായവ സീഷർ എപ്പിസോഡ് വീണ്ടും ഉണ്ടാകാതിരിക്കുവാൻ പ്രൊഫൈലാക്ടിക്കലി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അടുത്ത ചോദ്യം. Simple or typical febrile seizure occur in option A, infants below 3 months of age, option B, 3 months to 5 years, option C, 3 years to 8 years, option D, pre-adolescence. Right answer is option B, 3 months to 5 years. ഫെബ്രൈൽ സീഷർ അഥവാ ഫെബ്രൈൽ കൺവൽഷൻ എന്നത് ഒരു തരം ടോണിക് ക്ലോണിക് സീഷർ ആണ്. ഇത് സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് ഉണ്ടാകാറ്. ഹൈപ്പർ പൈറക്സിയ അഥവാ വളരെ കൂടിയ തോതിലുള്ള ബോഡി ടെമ്പറേച്ചർ ആണ് ഫെബ്രൈൽ സീഷറിന് കാരണമാകുന്നത്. അടുത്ത ചോദ്യം. A technique used to assess language dominance and memory function before ablative surgery for epilepsy. Option A, intracarotid amobarbital procedure. Option B, visual evoked potential. Option C, magnetoencephalogram. Option D, somatosensory evoked potential. Right answer is option A, intracarotid amobarbital procedure. സോഡിയം ആമോബാർബിറ്റാൾ എന്ന മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത് ഒരു സെറിബ്രൽ ഹെമിസ്ഫിയറിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ചില ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നു. ചില വേർഡ്സ് വായിക്കുവാൻ പറയുകയും ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യുവാൻ പറയുകയും ചില സാധനങ്ങളും നമ്പറുകളും ഐഡന്റിഫൈ ചെയ്യുവാൻ പറയുകയും ചെയ്യുന്നു. പിന്നീട് ഈ മെഡിസിന്റെ എഫക്ട് തീർന്നു കഴിയുമ്പോൾ ടെസ്റ്റിന്റെ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളും കാണിച്ച വസ്തുക്കളും ഓർത്തെടുക്കുവാൻ പറയുന്നു. പിന്നീട് അടുത്ത സെറിബ്രൽ ഹെമിസ്ഫിയറിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലാംഗ്വേജും മെമ്മറിയും ടെസ്റ്റ് ചെയ്യുന്നു. ഇത് സാധാരണയായി ട്യൂമർ റിസെക്ഷനും എപ്പിലെപ്സിക്ക് വേണ്ടിയുള്ള അബ്ലേറ്റീവ് സർജറിക്ക് മുമ്പാണ് ചെയ്യാറ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഉണ്ടാകാവുന്ന കോഗ്നിറ്റീവ് ചേഞ്ചസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം.
Clients at high risk for respiratory failure includes those with which of the following diagnosis? Option A, breast cancer. Option B, cervical sprains. Option C, fractured hip. Option D, Guillain-Barré syndrome. Right answer is option D, Guillain-Barré syndrome. Guillain-Barré syndromeത്തിൽ അസെൻഡിങ് വീക്ക്നെസ് ആണ് കാണാറ്. അതായത് താഴെ നിന്ന് മുകളിലേക്ക്. ആദ്യം കാലുകളിലെ മോട്ടോർ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നു, പിന്നീട് അത് ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. അങ്ങനെ ഇത് ഡയഫ്രത്തിനെ ബാധിക്കുമ്പോഴാണ് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സെർവൈക്കൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയും റെസ്പിറേറ്ററി ഫെയിലിയറിന് കാരണമാകുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെർവൈക്കൽ സ്പ്രെയിൻ ആണ്. ഇതൊരിക്കലും റെസ്പിറേറ്ററി ഫെയിലിയറിന് കാരണമാകുന്നില്ല. അടുത്ത ചോദ്യം, for a client with a stroke, which of the following criteria must be fulfilled before the client is fed? Option A, the gag reflex returns. Option B, speech returns to normal. Option C, cranial nerve 3 and 4 are intact. Option D, the client swallows small sips of water without coughing. Right answer is option A, the gag reflex returns. സ്ട്രോക്ക് സംഭവിച്ച പേഷ്യന്റിനും അനസ്തേഷ്യയുടെ എഫക്റ്റ് മാറാത്ത പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യന്റിനും ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് ഗാഗ് റിഫ്ലെക്സ് നോർമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അടുത്ത ചോദ്യം, when helping a stroke patient, nurse should assist option A on weak side, option B on strong side, option C from behind, option D from back. Right answer is option A on weak side. അടുത്ത ചോദ്യം, a client is presented with embolic stroke. Which of the following condition places the client at risk of thromboembolic stroke? Option A, atrial fibrillation. Option B, bradycardia. Option C, superficial vein thrombosis. Option D, history of myocardial infarction. Right answer is option C, superficial vein thrombosis. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നുമുള്ള ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന ക്ലോട്ട് അവിടെ നിന്ന് വേർപെട്ട് ബ്ലഡിലൂടെ ഒഴുകി തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെസലിൽ ചെന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് ത്രോംബോ എംബോളിക് സ്ട്രോക്ക്. അടുത്ത ചോദ്യം, mask like face is related to which disease? Option A, tetanus. Option B, hypothyroidism. Option C, Parkinson's disease. Option D, Down syndrome. Right answer is option C, Parkinson's disease. ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നുമില്ലാത്ത മുഖത്തിനെയാണ് മാസ്ക് ലൈക്ക് ഫേസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി പാർക്കിൻസൺസ് ഡിസീസിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, a 82-year-old male client with Parkinson's disease is frequently incontinent of urine. Which of the following interventions is appropriate? Option A, diaper the client. Option B, apply a condom catheter. Option C, insert an indwelling urinary catheter. Option D, provide skin care every 4 hours. Right answer is option B, apply a condom catheter. കോണ്ടം കത്തീറ്റർ ഒരു നോൺ ഇൻവസീവ് പ്രൊസീജിയർ ആണ്. ഇത് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ള മെയിൽ പേഷ്യന്റിൽ ഉപയോഗിക്കുന്നു. ചില ക്രോണിക് ഡിസീസസ് ഉള്ള രോഗികളിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ളപ്പോഴാണ് കോണ്ടം കത്തീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മൈസ്തീനിയ ഗ്രേവിസ് ഈസ് എ ഡിസീസ് ഓഫ് ഓപ്ഷൻ എ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ, ഓപ്ഷൻ ബി ആന്റീരിയർ ഹോൺ സെൽസ്, ഓപ്ഷൻ സി skeletal muscles, option D spinal cord. Right answer is option A
ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. മൈസ്തീനിയ ഗ്രേവിസ് എന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ന്യൂറോമസ്കുലർ ജംഗ്ഷനിലെ അസിറ്റൈൽ കൊളൈനിൽ ഉണ്ടാകുന്ന കുറവ് മൂലമുണ്ടാകുന്ന ഈ രോഗം വോളണ്ടറി മസിൽ വീക്ക്നെസ് ഉണ്ടാക്കുന്നു. അടുത്ത ചോദ്യം. The nurse is assessing vital signs of a patient with head injury. Which of the following finding indicate increased intracranial pressure? Option A, tachycardia. Option B, bradypnea. Option C, widened pulse pressure. Option D, decreased body temperature. Right answer is option C, widened pulse pressure. Intracranial pressure കൂടുതലായാൽ slow bounding pulse, decreased respiration, rising blood pressure, high temperature, altered level of consciousness, sleepiness, vomiting എന്നിവയാണ് early signs. അതേസമയം late signs ആണ് loss of consciousness, decorticate posturing, decerebrate posturing, Cushing triad എന്നിവ. ഇതിൽ Cushing triadൽ വരുന്നതാണ് increased blood pressure, widened pulse pressure, bradycardia, irregular respiration എന്നിവ. അടുത്ത ചോദ്യം. A nurse is caring for a head injury comatose patient. Which intervention he or she should implement to prevent increased intracranial pressure? Option A, maintain well-lit room. Option B, maintain around the clock suctioning. Option C, change the position around the clock. Option D, elevate the head end of the patient. Right answer is option D, elevate the head end of the patient. Intracranial pressure കൂടിയിരിക്കുന്ന ഒരു പേഷ്യന്റിന്റെ ഹെഡ് എൻഡ് എലിവേറ്റ് ചെയ്യുമ്പോൾ സെറിബ്രൽ വീനസ് ബ്ലഡും CSFും കൂടുതലായി ഡ്രെയിൻ ചെയ്യപ്പെടുന്നു. തന്മൂലം intracranial pressure കുറയുന്നു. അടുത്ത ചോദ്യം. Lucid interval is seen in option A, intracerebral hemorrhage. Option B, extradural hemorrhage. Option C, acute subdural hemorrhage. Option D, chronic subdural hemorrhage. Right answer is option B, extradural hemorrhage. Lucid interval എന്നാൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനിൽ പെട്ടെന്ന് താൽക്കാലികമായ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവസ്ഥ മോശമാകുന്നു. ഇത് പ്രധാനമായും എപ്പിഡ്യൂറൽ ഹെമറ്റോമയുടെ ഒരു ഇൻഡിക്കേഷൻ ആണ്. മെനിഞ്ചിയൽ ആർട്ടറിയിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് ഡ്യൂറയുടെയും സ്കള്ളിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന എപ്പിഡ്യൂറൽ ഹെമറ്റോമയ്ക്ക് കാരണമാകുന്നത്. അടുത്ത ചോദ്യം. Spondylitis is the name of a disease that affects the option A, spinal column. Option B, brain cells. Option C, kidney. Option D, none of these. Right answer is option A, spinal column. വെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് സ്പോണ്ടൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.